ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെയധികം ദൈനംദിന ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നും യെസ് എന്നുള്ള ഒരു ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല, അല്ലേ? നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യം ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യെസ് എന്നുള്ള ആൻസർ കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങൾ ഹാപ്പിയാണ് എങ്കിൽ നിങ്ങൾ താഴത്തെ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോ ആയിരിക്കും ആൻസർ എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് യെസ് എന്നുള്ള രീതിയിലോട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കാനും സമ്മതിപ്പിക്കാനും പറ്റുമെന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമായിട്ട്, ഒരു ടെക്നിക്കായിട്ട്, ഒരു സൂത്രമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ടെക്നിക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും ആവശ്യമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആവശ്യമുള്ള ആളുകളൊക്കെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് നിങ്ങൾക്ക് യെസ് എന്നുള്ള മറുപടി കിട്ടേണ്ടത് എന്നുള്ളത് ആദ്യം ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ഇന്ന വ്യക്തിയിൽ നിന്ന്, എൻ്റെ അങ്കിളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന് എന്നുള്ളത് നിങ്ങൾ എന്താണോ ചോദിക്കാൻ പോകുന്നത് അതെന്തുമാവാം. അതൊരു പ്രണയം തുറന്നു പറയുന്നതാവാം, തിരിച്ചിഷ്ടമാണോ എന്ന് ചോദിക്കുന്നതാവാം, അതല്ലെങ്കിൽ അച്ഛനോട് ടൂർ പോകാനുള്ള പെർമിഷൻ ചോദിക്കുന്നതാവാം. ഓക്കെ, എന്തുമാവാം. നിങ്ങൾക്ക് യെസ് എന്ന് മറുപടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. കുറച്ച് ക്യാഷ് കടം ചോദിക്കുന്നതാവാം, എന്തും ആവാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം ആരിൽ നിന്നാണ് നിങ്ങൾക്ക് യെസ് കിട്ടേണ്ടത് എന്നുള്ളത് എഴുതുക. ഓക്കെ, രണ്ടാമതായിട്ട് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നത് ആ ചോദ്യവും ആ ചോദ്യത്തിന് മറുപടി പറയുന്നതായിട്ടും, അഥവാ ഇപ്പൊ എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ പേര് തന്നെ എഴുതാം. രണ്ടാമത് ഒരു കോൺവെർസേഷൻ രീതിയിൽ എഴുതുക. ഓപ്പോസിറ്റ് ആരാണ്? അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പേര്, അല്ലെങ്കിൽ അച്ഛൻ എന്ന് എഴുതുക. അച്ഛൻ യെസ്. തിരിച്ച് നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് എഴുതുക. അത് ചിലപ്പോൾ യെസ് എന്ന് മാത്രമായിരിക്കാം, യെസ് തുടർന്ന് എന്തെങ്കിലും സെന്റൻസുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് മനസ്സിലൊന്ന് സങ്കല്പിക്കണം, വിഷ്വൽ ചെയ്യണം, ഇമാജിൻ ചെയ്യണം. ഈസി അല്ലേ? നമ്മൾ ഓൾറെഡി എഴുതി വെച്ച് കഴിഞ്ഞു. ഒരു കോൺവെർസേഷൻ രീതിയിൽ ഞാൻ ഇന്നത് ചോദിക്കുന്നു, എൻ്റെ അങ്കിൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കുന്ന വ്യക്തി എന്നോട് ഇന്നത് പറയുന്നു, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ണടച്ചുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വൽ ചെയ്ത് ഇത് നിങ്ങൾ ചോദിക്കാൻ പോകുന്നതിന് ഒരു 3 ദിവസം മുമ്പ് തന്നെ ഡെയിലി വിഷ്വലൈസേഷൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, നാളെയാണ് ചോദിക്കാൻ പോകുന്നതെങ്കിൽ പെട്ടെന്ന് ഇന്നത്തെ ദിവസം തന്നെ നല്ല രീതിയിൽ വിഷ്വൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ വിഷ്വൽ ചെയ്യുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി യെസ് എന്നുള്ള ആ ഒരു മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ വളരെയധികം ഫീൽ ചെയ്യണം. മനസ്സിലായോ? കണ്ണടച്ചുകൊണ്ട് ഇതിങ്ങനെ കാണുന്ന സമയത്ത് മാക്സിമം ഫീൽ ചെയ്യുക. യെസ് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഫോർമേഷൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആ സിറ്റുവേഷൻ എടുത്തിട്ട് അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ആ പേര് മെൻഷൻ ചെയ്തുകൊണ്ട്. ഇപ്പോൾ ടൂർ പോകാനുള്ള പെർമിഷനാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അഫർമേഷൻ ഇങ്ങനെ എഴുതാം. അച്ഛനോടാണ് ചോദിക്കുന്നത് വിചാരിക്കുക, അച്ഛൻ ടൂർ പോകാനുള്ള സമ്മതം എനിക്ക് നൽകുന്നു എന്നുള്ളതാണ് അഫർമേഷൻ, അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒരാളോട് പൈസ കടം ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിങ്ങനെയാണ് എഴുതുക. ഇപ്പോൾ രാജനോടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, രാജൻ എനിക്ക് പണം കടം നൽകുന്നു, അത് ഇത്ര രൂപയാണെങ്കിൽ ഇത്ര രൂപ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരാളോട് പ്രണയം തുറന്നു പറയുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പ്രണയം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. റിക്വസ്റ്റ് അല്ല, നിങ്ങൾ തുറന്നു പറയുന്നത് നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടണം. അപ്പോൾ ലക്ഷ്മിയുടെ ഇഷ്ടം എന്നോട് തുറന്നു പറയുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, ആ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്നിട്ട് അത് നിരന്തരം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്.
അത് കുറച്ച് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോയി പറഞ്ഞു നോക്കിക്കേ, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ 4ാമത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ ഉള്ളിൽ വരുത്തേണ്ട ഒരു സംഭവമാണ് ബിലീഫ്. അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ നിങ്ങൾ ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. വിഷ്വലൈസേഷനും ഈ അഫർമേഷനും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് അത് എത്തുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വളരെയധികം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഠിക്കുക ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ളത്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എല്ലാ രീതിയിലുള്ള വിജയവും കരസ്ഥമാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് മുതൽ തന്നെ പഠനം ആരംഭിക്കുക. എൻ്റെ എന്തെങ്കിലും കോച്ചിങ്ങോ പേഴ്സണൽ കോച്ചിങ്ങോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓഫീസ് നമ്പറിൽ വിളിച്ച് അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ്സുകളിലൊക്കെ വന്ന് പഠിക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ദ സീക്രട്ട് രഹസ്യം എന്ന് പറയുന്ന പുസ്തകമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് PDF ഒക്കെ അയച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചെയ്യാം. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കുക, മടിക്കേണ്ട. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, നമസ്തേ.